ഞാൻ വളരെ കൃത്യമായിട്ട് പറയാറുണ്ട്, മനസ്സെന്ന് പറയുന്ന ക്യാൻവാസിൽ വളരെ കൃത്യമായിട്ട് വരയ്ക്കുന്ന വർണ്ണശബളമായിട്ടുള്ള ചിത്രങ്ങളാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന്. ഈ ഒരു അടിസ്ഥാന വസ്തുതയെ മനസ്സിലാക്കാതെ കുറേ ടെക്നിക്കുകളും ട്രിക്കുകളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എല്ലാം തങ്ങളിലേക്ക് ആകർഷിച്ചെടുക്കാമെന്ന് ആർക്കെങ്കിലും ധാരണയുണ്ട് എങ്കിൽ അത് തെറ്റിദ്ധാരണ മാത്രമാണ്. അപ്പോൾ ഇടയിലെ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കട്ടെ. ഏതെങ്കിലും ഒരാഗ്രഹം നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ സാക്ഷാത്കരിക്കേണ്ടതുണ്ട് എങ്കിൽ ആ ആഗ്രഹം അത് എന്തു തന്നെ ആയാലും ഈ വീഡിയോയുടെ ചുവട്ടിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. ആ ആഗ്രഹത്തിൻ്റെ സാക്ഷാത്കാരത്തിന് നമുക്ക് ഒരുമിച്ച് പ്രയത്നിക്കാം. നമസ്കാരം, ഞാൻ അശോക് നാരായൺ. ഞാനൊരു ഹിപ്നോതെറാപ്പിസ്റ്റാണ്, ട്രെയിനറാണ്. ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ലോ ഓഫ് അട്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ആരോ ഒരാൾ എൻ്റെ യൂട്യൂബ് വീഡിയോ ഒക്കെ കണ്ടിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ സംശയം എന്താണെന്ന് പറഞ്ഞാൽ, ഏതോ ഒരു ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതോ പങ്കെടുത്ത് കഴിഞ്ഞോ ശരിക്കും ഞാൻ ഓർക്കുന്നില്ല. പക്ഷേ കാര്യമായിട്ടുള്ളൊരു ഫലപ്രാപ്തി അവർക്കുണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാനതിൻ്റെ സിലബസും മറ്റ് കാര്യങ്ങളുമൊക്കെ ചോദിച്ചു. തിരക്കേടില്ലാത്ത സിലബസൊക്കെ തന്നെയാണ്. പക്ഷേ എങ്കിലും എന്തുകൊണ്ടാണ് ഈ വ്യക്തിയിൽ കാര്യമായിട്ടുള്ളൊരു മാറ്റം, ഒരു പരിവർത്തനം, അത് സാമ്പത്തികമായിട്ടായാലും ശരി മറ്റു വിധത്തിലായാലും ശരി, ഒരു പ്രതീക്ഷിച്ച വിധത്തിലുള്ള അല്ലെങ്കിൽ ഒരു ശരാശരി ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ് പങ്കെടുത്താൽ ഉണ്ടാകാവുന്ന ഒരു പരിവർത്തനം പോലും ഈ വ്യക്തിയുടെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ അത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് അറിയേണ്ടത്. അപ്പോൾ ഈ ഒരു വിഷയം നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട് എങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് തുടർന്ന് കാണാം. അതുപോലെ ഈ വിധത്തിലുള്ള അനുഭവങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് ഇപ്പോൾ തന്നെ കമൻറ്റ് രൂപത്തിൽ ഒന്ന് രേഖപ്പെടുത്താം. അവരുടെ മറ്റു കാര്യങ്ങളെല്ലാം ഞാൻ അന്വേഷിച്ചു. മറ്റു കാര്യങ്ങളെന്ന് പറഞ്ഞാൽ മാനസികവും വൈകാരികവുമായിട്ട് അവർ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന, ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ, ഇതിനു മുൻപ് പിന്തുടർന്ന് വന്ന സാഹചര്യങ്ങൾ, ഇതേക്കുറിച്ചെല്ലാം ഞാൻ വളരെ വിശദമായിട്ട് തന്നെ അന്വേഷിച്ചു. ഇത് അന്വേഷിച്ചതിന് പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്. അതായത് ലോ ഓഫ് അട്രാക്ഷൻ ഒരു വ്യക്തി പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ആ വ്യക്തി ആ സമയത്ത്, അതായത് ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് അദ്ദേഹം കടന്നു പോകുന്ന മാനസിക വൈകാരിക ഘടകങ്ങൾക്ക്, ചില സാഹചര്യങ്ങളിൽ ശാരീരിക ഘടകങ്ങൾക്കെല്ലാം ഫലപ്രാപ്തിയെ സ്വാധീനിക്കാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഈ ഒരു വ്യക്തിയോട് സംസാരിച്ച സമയത്ത്, വിഷയങ്ങൾ അന്വേഷിച്ച സമയത്ത് എനിക്കറിയാൻ സാധിച്ചത് അവർ വളരെ ദുർഘടമായിട്ടുള്ള മാനസിക വൈകാരിക അവസ്ഥകളിലൂടെ കടന്നു പോയിരിക്കുകയായിരുന്നു എന്നുള്ളത്. ദുർഘടമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ വളരെ പ്രതികൂലമായിട്ടുള്ള, വളരെ വിഷമം പിടിച്ച മാനസിക അവസ്ഥകളിലൂടെ, വൈകാരിക അസ്വസ്ഥതകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ലോ ഓഫ് അട്രാക്ഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ശരിയായിട്ടുള്ള ലോ ഓഫ് അട്രാക്ഷൻ പരിശീലനത്തെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന വിധത്തിലുള്ള പ്രതികൂല മാനസിക വൈകാരിക ഘടകങ്ങളെ ആദ്യം ശരിയായ വിധത്തിൽ അല്ലെങ്കിൽ അനുകൂലമായിട്ടുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ഞാൻ വളരെ കൃത്യമായിട്ട് പറയാറുണ്ട്, മനസ്സെന്ന് പറയുന്ന ക്യാൻവാസിൽ വളരെ കൃത്യമായിട്ട് വരയ്ക്കുന്ന വർണ്ണശബളമായിട്ടുള്ള ചിത്രങ്ങളാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന്. മനസ്സിലാവുന്നുണ്ടോ? ആ ചിത്രങ്ങളാണ് പിന്നീടുള്ള പിൽക്കാല ജീവിതത്തിൽ നമുക്ക് പ്രകാശം വരുത്തുന്നത്, അല്ലെങ്കിൽ പിൽക്കാല ജീവിതത്തെ കൂടുതൽ മനോഹരമാക്കുന്നത്, വർണ്ണശബളമാക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ വരയ്ക്കുന്ന ഈ ക്യാൻവാസ് വൃത്തിയില്ലാത്തതാണ് എങ്കിൽ എങ്ങനെയാണ്, എത്രമാത്രം ഭംഗിയുള്ള ചായക്കൂട്ടുകൾ ഉപയോഗിച്ചാൽ പോലും അതിനൊരു മനോഹാരിത ഉണ്ടാവുക? അതല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, നമ്മളൊരു കൃഷിഭൂമിയിൽ വിത്ത് വിതയ്ക്കുന്ന സമയത്ത് എത്രമാത്രം ഗുണമേന്മയുള്ള വിത്തുകളാണ് എങ്കിൽ പോലും ആ കൃഷിഭൂമി അതിന് യോജിച്ചതല്ല എങ്കിൽ, അല്ലെങ്കിൽ ആ കൃഷിഭൂമി വേണ്ട വിധത്തിൽ ചിട്ടപ്പെടുത്തിയിട്ടില്ല എങ്കിൽ, ഉഴുതുമറിച്ച് അനുയോജ്യമായ വിധത്തിൽ അതിനെ പാകപ്പെടുത്താതെയാണ് നമ്മൾ ഈ വിത്ത് വിതയ്ക്കുന്നതെങ്കിൽ എങ്ങനെയാണ് പ്രതീക്ഷിക്കുന്ന വിധത്തിലുള്ള ഫലം ലഭിക്കുക? മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇവിടെ ഈ വ്യക്തിയുടെ കാര്യത്തിലും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഒന്നുകിൽ ക്യാൻവാസ് വൃത്തിയാക്കിയിട്ടില്ല, ആ വിധത്തിൽ ഭംഗിയില്ലാത്ത അല്ലെങ്കിൽ
വൃത്തിരഹിതമായിട്ടുള്ള ധാരാളം അഴുക്ക് മാറാല ഒക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒരു ക്യാൻവാസിൽ ചിത്രം വരച്ചാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. അല്ലെങ്കിൽ ഉണങ്ങി വരേണ്ട ഒരു കൃഷിഭൂമിയിൽ വെറുതെ വിത്തുകൾ വാരി വിതറിയാലുള്ള ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇടയിൽ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കട്ടെ. ഏതെങ്കിലും ഒരാഗ്രഹം നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ സാക്ഷാത്കരിക്കേണ്ടതുണ്ട് എങ്കിൽ ആ ആഗ്രഹം അത് എന്തു തന്നെ ആയാലും ഈ വീഡിയോയുടെ ചുവട്ടിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. ആ ആഗ്രഹത്തിൻ്റെ സാക്ഷാത്കാരത്തിന് നമുക്ക് ഒരുമിച്ച് പ്രയത്നിക്കാം. ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നതും ഇത് തന്നെയാണ്. ലോ ഓഫ് അട്രാക്ഷൻ്റെ ഏതൊരു ടെക്നിക്ക് ഉപയോഗപ്പെടുത്തുന്നതിന് മുൻപും നമ്മുടെ മനസ്സെന്ന് പറയുന്ന ആ ക്യാൻവാസ്, അല്ലെങ്കിൽ മനസ്സെന്ന് പറയുന്ന ആ കൃഷിഭൂമി അനുയോജ്യമായ വിധത്തിൽ പാകപ്പെടുത്തിയിട്ടുണ്ടാകണം. കളകൾ പറിച്ചു മാറ്റി മാറാലകളെല്ലാം തുടച്ച് വൃത്തിയാക്കി ഏറ്റവും മനോഹരമായ വിധത്തിൽ ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമേ വിത്ത് വിതയ്ക്കാവൂ, അല്ലെങ്കിൽ ചായക്കൂട്ടുകൾ കൊണ്ട് ചിത്രങ്ങൾ രചിക്കാവൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു ലോ ഓഫ് അട്രാക്ഷൻ കോഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മനസ്സിനെ ഏറ്റവും ശാന്തമാക്കുന്നതിനുള്ള, ഏറ്റവും സമാധാനത്തിലേക്ക് നയിക്കുന്നതിനുള്ള, അതായത് ഏറ്റവും മനോഹരമാക്കുന്നതിനുള്ള ചില കാര്യങ്ങൾ, അത് മെഡിറ്റേഷൻസ് ആയിട്ടായാലും അഫർമേഷൻസ് ആയിട്ടായാലും ശരി, അതല്ലെങ്കിൽ മറ്റു ചില മനഃശാസ്ത്രപരമായിട്ടുള്ള സമീപന രീതികളിലൂടെയാണെങ്കിലും ശരി, മനസ്സിനെ ആദ്യം കൃത്യമായിട്ട് പാകപ്പെടുത്തണം. അതിൽ മാറാലകളും പൊടികളും അല്ലെങ്കിൽ വൃത്തിഹീനമായിട്ടുള്ള മറ്റ് സാഹചര്യങ്ങളും എല്ലാം ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഏറ്റവും ഭംഗിയുള്ളതാക്കി തീർക്കണം. അതിനുശേഷം മാത്രമേ ടെക്നിക്കുകളിലേക്ക് കടക്കാവൂ. പലരും ചർച്ച വച്ചിരിക്കുന്നത് ചില ടെക്നിക്കുകളിലൂടെ അല്ലെങ്കിൽ ചില എളുപ്പ മാർഗങ്ങളിലൂടെ എന്തെങ്കിലുമൊക്കെ, നമ്മൾ സാധാരണഗതിയിൽ പറയാറില്ല, ഈ നഖം നനയാതെ മീൻ പിടിക്കുക എന്നൊക്കെ പറയുന്നത് പോലെ, അല്ലെങ്കിൽ വളഞ്ഞ വഴിയിൽ, കുറുക്ക് വഴിയിൽ കാര്യങ്ങൾ സ്വന്തമാക്കുക, നേടുക എന്നൊക്കെ പറയുന്നില്ലേ, അതുപോലെയുള്ള ചില തന്ത്രങ്ങൾ മാത്രമാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ളതാണ്. അതല്ല വാസ്തവത്തിൽ. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു ആയിത്തീരലാണ്, ഒരു സമന്വയമാണ്. അവനവൻ്റെ മനസ്സിനെ ഏറ്റവും മനോഹരമാക്കുന്നതിലൂടെ, ഏറ്റവും ഭംഗിയാക്കുന്നതിലൂടെ, ആ മനോഹാരിതയ്ക്ക് അനുകൂലമായിട്ടുള്ള, ആനുപാതികമായിട്ടുള്ള, ആ ഭംഗിക്ക് ഉചിതമായിട്ടുള്ള വിധത്തിലുള്ള വ്യക്തികളും സാഹചര്യങ്ങളും സംഭവങ്ങളും സമ്പത്തും എല്ലാം ബന്ധങ്ങളുമെല്ലാം നമ്മളിലേക്ക് വന്നു ചേരുന്ന വളരെ മനോഹരമായിട്ടുള്ളൊരു മാർഗം കൂടിയാണ് ലോ ഓഫ് അട്രാക്ഷൻ. ഈ ഒരു അടിസ്ഥാന വസ്തുതയെ മനസ്സിലാക്കാതെ കുറേ ടെക്നിക്കുകളും ട്രിക്കുകളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എല്ലാം തങ്ങളിലേക്ക് ആകർഷിച്ചെടുക്കാമെന്ന് ആർക്കെങ്കിലും ധാരണയുണ്ട് എങ്കിൽ അത് തെറ്റിദ്ധാരണ മാത്രമാണ്. ഒരുപക്ഷെ താൽക്കാലികമായിട്ടുള്ള, വെറും താൽക്കാലികമായിട്ട് മാത്രമുള്ള ചില നേട്ടങ്ങൾ ഉണ്ടായേക്കാം. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഏറ്റവും വൃത്തിഹീനമായ ഒരിടത്ത് നിങ്ങളൊരു ചിത്രം വരച്ചാലും ഒരല്പസമയത്തേക്ക് ഒരു പക്ഷേ അതിലൊരു ഭംഗിയൊക്കെ തോന്നിയേക്കാം, പക്ഷെ അധികം വൈകാതെ അതിൻ്റെ ശോഭ കെട്ടുപോകും, അല്ലേ? ഏറ്റവും തരിശായിരിക്കുന്ന ഒരു കൃഷിഭൂമിയിൽ വിത്തുകൾ വാരി വിതറിയാലും അതിൽ ചിലതെങ്കിലും തൽക്കാലത്തേക്കെങ്കിലും മുളയ്ക്കാനും എന്തെങ്കിലുമൊക്കെ ഫലം തരാനുമൊക്കെയുള്ള സാധ്യതകളുണ്ട്. പക്ഷേ അതിനേക്കാൾ 10 മടങ്ങ് വേഗത്തിൽ അവിടെ ഇതിനോടകം വിതയ്ക്കപ്പെട്ടിട്ടുള്ള ആ കൃഷിഭൂമിയിൽ ഇതിനോടകം നിലനിൽക്കുന്ന മുള്ളുകളും മറ്റ് അനാവശ്യമായിട്ടുള്ള വൃക്ഷങ്ങളും ചെടികളും ഒക്കെ മുളച്ചു പൊന്താനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ മനസ്സിനെ സംബന്ധിച്ചിടത്തോളം മനസ്സ് എന്ന കൃഷിഭൂമിയെ, വിളനിലത്തെ നമ്മൾ ആദ്യം ഉചിതമായ വിധത്തിൽ ഭംഗിയാക്കണം, തയ്യാറാക്കണം. അല്ലെങ്കിൽ മനസ്സെന്ന് പറയുന്ന ആ ക്യാൻവാസിനെ ആദ്യം ഏറ്റവും മനോഹരമാക്കണം, ഏറ്റവും വൃത്തിയാക്കണം. അതിനുശേഷം മാത്രമേ അതിൽ ചായക്കൂട്ടുകൾ കൊണ്ട് നമുക്ക് ആനുപാതികമായ വിധത്തിലുള്ള ചിത്രങ്ങൾ രചിക്കാൻ പാടുള്ളൂ. എങ്കിൽ മാത്രമേ അതിന് കൃത്യമായിട്ടുള്ള ഫലം കിട്ടാനും സാധ്യതയുള്ളൂ. അപ്പോൾ ഇത് ഞാൻ നിങ്ങളോട് ഇപ്പോൾ പങ്കുവയ്ക്കാനുള്ള കാരണം, നേരത്തെ സൂചിപ്പിച്ച വ്യക്തിയെപ്പോലെ ഒരുപാട് പേർക്ക് പറ്റിയിരിക്കുന്ന ഒരു അബദ്ധം തന്നെയാണ് ഈ വിധത്തിലുള്ള കാര്യങ്ങൾ. ഇതൊന്നും അറിയാതെ ഒരു ലോ ഓഫ് അട്രാക്ഷൻ കോഴ്സിൻ്റെ പരസ്യം കേട്ടുകൊണ്ട്, അല്ലെങ്കിൽ ആരുടെയെങ്കിലുമൊക്കെ ഫീഡ്ബാക്കുകൾ കേട്ടുകൊണ്ട് വെറുതെ പോയിട്ട് ജോയിൻ ചെയ്യുക, എന്തെങ്കിലുമൊക്കെ പഠിക്കുക,
ഈ വിധത്തിൽ അതിന് ഗുണം കിട്ടില്ല എന്ന് ഞാൻ പറയില്ല. ഒരു പക്ഷേ ഭാഗ്യവശാൽ അല്ലെങ്കിൽ നിയോഗവശാൽ അതിനനുകൂലമായ വിധത്തിൽ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ മനസ്ഥിതി, മനസ്സ്, ചിന്തകൾ ഒക്കെ എവിടെയെങ്കിലും രൂപപ്പെട്ടിട്ടുണ്ട് എങ്കിൽ നമ്മൾ സാധാരണ പറയാറില്ലേ, ഈ പൊട്ടക്കണ്ണൻ മാവിലെറിഞ്ഞ പോലെ എന്ന് പറയാറില്ലേ, ആ വിധത്തിലൊക്കെ ചിലപ്പോൾ ഫലം കിട്ടിയേക്കാം, സാധ്യതയുണ്ട്. അതല്ലാതെ സിസ്റ്റമാറ്റിക്കായിട്ട്, കൃത്യമായിട്ട്, സയൻറ്റിഫിക്കായിട്ട് ആണ് ചെയ്യുന്നതെങ്കിൽ ഉചിതമായിട്ടുള്ള ഫലപ്രാപ്തി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. ലോ ഓഫ് അട്രാക്ഷൻ്റെ ആധികാരികമായിട്ടുള്ള ഒരു പരിശീലനമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ അതിന് ഏറ്റവും ഉചിതമായ വിധത്തിൽ നിങ്ങളുടെ സമയത്തിനനുസരിച്ച്, നിങ്ങളുടെ സാഹചര്യത്തിനനുസരിച്ച് നമ്മുടെ സ്വന്തം ഭാഷയായിട്ടുള്ള മലയാളത്തിൽ തയ്യാറാക്കിയിരിക്കുന്ന ലോ ഓഫ് അട്രാക്ഷൻ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിന് ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ 7736298611 എന്നുള്ള ഈ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. അപ്പോൾ ഈ ഒരു വീഡിയോ, ഈ ഒരു വിഷയം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്തിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും എല്ലാം കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്താം. ഈ വിധത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ധാരാളം വീഡിയോകൾ നിരന്തരം ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നോട്ടിഫിക്കേഷൻസ് കൃത്യമായി ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഒന്ന് പുഷ് ചെയ്തേക്കുക. അപ്പോൾ വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലൂടെ വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം ഇവിടെ പറഞ്ഞു പിരിയുന്നു. സ്നേഹപൂർവ്വം, അശോക് നാരായൺ. താങ്ക് യു.